ജീവിതത്തിൽ ചില നിമിഷങ്ങളുണ്ടാകും, നമ്മൾ എത്ര ശ്രമിച്ചാലും മുന്നോട്ടു പോകാൻ പറ്റുന്നില്ലെന്ന് തോന്നുന്ന നിമിഷങ്ങൾ. ആഗ്രഹങ്ങൾ തകർന്നുപോകും, വിശ്വസിച്ചവർ വിട്ടുപോകും, പ്രാർത്ഥനകൾക്ക് മറുപടിയില്ലാത്തതുപോലെ തോന്നും, മനസ്സ് മുഴുവൻ ആശയക്കുഴപ്പം നിറയും. അപ്പോൾ നമ്മൾ ചോദിക്കും, എന്തുകൊണ്ട് എന്റെ ജീവിതമിങ്ങനെ? എന്നാൽ ആ ചോദ്യം ഉയരുന്ന നിമിഷം തന്നെ നമ്മുടെ ഉള്ളിലൊരു ഉണർവ് ആരംഭിക്കുന്നു. കാരണം ദുഃഖം ആത്മീയ തിരച്ചിലിന്റെ വാതിൽ തുറക്കുന്നു. ആ വാതിലിനപ്പുറം നിശബ്ദമായി നിൽക്കുന്ന ദൈവമാണ് മഹാദേവൻ, ശിവ. വാക്കുകളില്ലാതെ സംസാരിക്കുന്ന ഗുരു, ശബ്ദമില്ലാതെ ജീവിതം തിരുത്തുന്ന ശിക്ഷകൻ. ശിവൻ നമ്മെ പഠിപ്പിക്കുന്നത് ശക്തി കുരുക്കിലുമല്ല, നിശബ്ദതയിലാണെന്ന്. വിഷം കുടിച്ചിട്ടും ശാന്തനായവൻ, ശ്മശാനത്തിൽ വസിച്ചിട്ടും സമാധാനമായവൻ, ലോകത്തെ രക്ഷിക്കാൻ വേദന ഏറ്റെടുത്തവൻ. അവന്റെ ജീവിതം തന്നെ ഒരു സന്ദേശമാണ്. ഇന്ന് നാം കേൾക്കാൻ പോകുന്നത് ഒരു സാധാരണ പ്രഭാഷണമല്ല, നമ്മുടെ ജീവിതത്തിലെ തകർച്ചകൾക്ക് മറുപടി നൽകുന്ന ആത്മീയ യാത്രയാണ്. ഈ നിമിഷം മുതൽ നിങ്ങളുടെ മനസ്സ് തുറന്നുവെക്കൂ. കാരണം ചില വാക്കുകൾ കേൾക്കാനല്ല, അനുഭവിക്കാനാണ് വരുന്നത്. ഓം നമഃശിവായ എന്ന് ശ്വാസത്തോട് ചേർത്ത് ഒരിക്കൽ ഉച്ചരിച്ചാൽ ഉള്ളിലെ അശാന്തി പതുക്കെ ശാന്തമാകുന്ന അനുഭവം നിങ്ങൾക്ക് ലഭിക്കും. ആ നിമിഷം മനസ്സിലാകും, മാറ്റം പുറത്തുനിന്നു വരുന്നതല്ല, ഉള്ളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇന്നീ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിത്തിരിവായി മാറാം. കാരണം വിശ്വാസത്തോടെ കേൾക്കുന്ന ഓരോ വാക്കും നിങ്ങളുടെ ഭാവിയെ രൂപപ്പെടുത്താനുള്ള ശക്തിയുണ്ട്. അതിനാൽ ശാന്തമായി ഇരിക്കുക, ഹൃദയം തയ്യാറാക്കുക. കാരണം മഹാദേവൻ ഇന്ന് നിങ്ങളുടെ ഉള്ളിലേക്ക് സംസാരിക്കാൻ പോകുന്നു. ജീവിതത്തിൽ നമ്മൾ ഏറ്റവും ഒറ്റപ്പെട്ടതായി തോന്നുന്ന നിമിഷങ്ങൾ തന്നെ ആത്മീയ ഉണർവിന്റെ തുടക്കമായിരിക്കും. കാരണം ആ നിശബ്ദതയിൽ നമ്മൾ പുറത്തുള്ള ശബ്ദങ്ങളിൽ നിന്നകന്ന് ഉള്ളിലെ സത്യത്തെ കേൾക്കാൻ തുടങ്ങുന്നു. ആ ഉള്ളിലെ ശാന്തതയിൽ പ്രവർത്തിക്കുന്ന മഹാശക്തിയാണ് മഹാദേവൻ ശിവ. സംസാരിക്കാതെ മാർഗം കാണിക്കുന്ന ഗുരു. അവന്റെ നിശബ്ദത ഒരു മറുപടിയാണ്. അവന്റെ സാന്നിധ്യം ഒരു ഉറപ്പാണ്, നമ്മൾ ഒറ്റയല്ല എന്ന ഉറപ്പ്. ജീവിതം തകരുന്നു എന്ന് തോന്നുന്ന നിമിഷങ്ങളിൽ പോലും ശിവൻ നമ്മുടെ ഉള്ളിൽ ധൈര്യം നട്ടുവയ്ക്കുകയാണ് എന്ന് വിശ്വസിക്കാൻ തുടങ്ങുമ്പോൾ മനസ്സിൽ പുതിയ പ്രകാശം ഉദിക്കും. അതാണ് മാറ്റത്തിന്റെ ആദ്യ വിത്ത്. ഓം നമഃശിവായ എന്ന 5 അക്ഷര മന്ത്രം ഒരു ശബ്ദമല്ല, അതൊരു ആത്മീയ സ്പന്ദനമാണ്. ശ്വാസത്തോട് ചേർത്ത് ഈ നാമം ജപിക്കുമ്പോൾ മനസ്സിലെ അസ്വസ്ഥത പതുക്കെ കുറഞ്ഞ് സ്ഥിരത ലഭിക്കുന്നു. ഓരോ ആവർത്തനവും നെഗറ്റീവ് ചിന്തകളെ അകറ്റി വിശ്വാസം വളർത്തുന്നു. ശിവന്റെ ജടയിലൊഴുകുന്ന ഗംഗ ശുദ്ധിയുടെ പ്രതീകമെങ്കിൽ ഈ നാമം നമ്മുടെ ചിന്തകളെ ശുദ്ധമാക്കുന്ന ഗംഗയാണ്. പതിവായി ജപിക്കുമ്പോൾ ഭയത്തിനു മുകളിൽ ആത്മവിശ്വാസം ഉയരും, അശാന്തിക്കു മുകളിൽ സമാധാനം പിറക്കും. അതിലൂടെ ജീവിതത്തിന്റെ ദിശ തന്നെ മാറാൻ തുടങ്ങും. ശിവൻ വിഷം കുടിച്ച കഥ ഒരു പുരാണം മാത്രമല്ല, അതൊരു ജീവിത സന്ദേശമാണ്. ജീവിതത്തിലെ കഷ്ടതകൾ വിഷം പോലെ തോന്നാം, പക്ഷേ അതിനെ സഹനത്തോടെ ഏറ്റുവാങ്ങുമ്പോൾ അത് നമ്മെ ശക്തരാക്കും. നീലകണ്ഠൻ എന്ന രൂപം നമ്മെ പഠിപ്പിക്കുന്നത് വേദന മറയ്ക്കാതെ അതിനെ ശക്തിയാക്കി മാറ്റാനുള്ള കഴിവാണ്. ഓരോ പരാജയവും നമ്മെ താഴ്ത്താനല്ല, ഉയർത്താനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ ജീവിതത്തിലെ വിഷമവും അനുഗ്രഹമായി മാറും. അതാണ് ശിവഭക്തന്റെ യഥാർത്ഥ വിജയം. പരീക്ഷണങ്ങൾ നമ്മെ തകർക്കാനല്ല, രൂപപ്പെടുത്താനാണ് വരുന്നത് എന്ന ബോധ്യം വന്നാൽ ജീവിതത്തെ കാണുന്ന ദൃഷ്ടികോണം മാറും. പലപ്പോഴും എന്തുകൊണ്ട് ഞാൻ എന്ന് ചോദിക്കുന്ന നമ്മൾ പിന്നീട് ഇതിലൂടെ ഞാൻ വളർന്നു എന്ന് തിരിച്ചറിയും. ശിവൻ നൽകുന്ന ഓരോ അനുഭവവും ഒരു പരിശീലനമാണ്. അതിലൂടെ സഹനവും ധൈര്യവും വളരുന്നു. കഷ്ടകാലം നീണ്ടുനിൽക്കുന്നു എന്ന് തോന്നുമ്പോഴും അതൊരു പുതിയ തുടക്കത്തിനുള്ള തയ്യാറെടുപ്പാണ്. ഭയം മനുഷ്യന്റെ സ്വാഭാവിക സ്വഭാവമാണ്, പക്ഷെ വിശ്വാസം അതിനെ നിയന്ത്രിക്കും. മഹാദേവ, നീ എന്നോടൊപ്പമുണ്ട് എന്ന് ഹൃദയത്തിൽ നിന്ന് പറയുന്ന നിമിഷം ഉള്ളിലൊരു ഉറച്ച ശക്തി അനുഭവപ്പെടും. പ്രശ്നങ്ങൾ അപ്രത്യക്ഷമാകാതെയിരുന്നാലും അവയെ നേരിടാനുള്ള ധൈര്യമുണ്ടാകും. അതാണ് ശിവൻ നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. ശിവൻ രാജാവിനും ഭിക്ഷുക്കനും ഒരുപോലെ കരുണ കാണിക്കുന്ന ദൈവമാണ്. അതിനാൽ ശിവഭക്തന്റെ ഹൃദയം അഹങ്കാരരഹിതമാകും. സമത്വം പാലിക്കാൻ പഠിച്ചാൽ അസൂയയും താരതമ്യവും കുറഞ്ഞ് മനസ്സിൽ ശാന്തി വളരും. ഈ മനോഭാവം വ്യക്തിയുടെ ബന്ധങ്ങളെയും ജീവിത നിലപാടുകളെയും മാറ്റാൻ തുടങ്ങി. ശിവന്റെ ത്രിശൂലം ചിന്ത, വാക്ക്, പ്രവൃത്തി
എന്ന 3 ഘടകങ്ങളുടെ ശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. നെഗറ്റീവ് ചിന്തകൾ ഒഴിവാക്കി സത്യസന്ധ വാക്കുകൾ സംസാരിച്ച് നന്മയുള്ള പ്രവൃത്തികൾ ചെയ്യുമ്പോൾ ജീവിതം സ്വാഭാവികമായി മാറും. ഓരോ നല്ല വാക്കും ഒരു നല്ല ഭാവിയുടെ വിത്താണ്. ക്ഷമ ചോദിക്കുകയും ക്ഷമ നൽകുകയും ചെയ്യുക ആത്മീയ വളർച്ചയുടെ ലക്ഷണമാണ്. കോപം വന്ന നിമിഷത്തിൽ ശിവനാമം ജപിച്ചാൽ മനസ്സിന്റെ ഉഷ്ണം കുറഞ്ഞ് വ്യക്തത ലഭിക്കും. കരുണയും സഹനവും പുലർത്തുന്ന ഹൃദയം ദൈവസാന്നിധ്യത്തിന് ഏറ്റവും അടുത്തതാണ്. മാറ്റം വലിയ ചുവടുകളിലൂടെയല്ല, ചെറിയ ശീലങ്ങളിലൂടെ വരും. ദിവസവും 108 പ്രാവശ്യം ഓം നമഃശിവായ ജപിക്കുക. നന്ദിയോടെ ദിവസം തുടങ്ങുക. വിശ്വാസത്തോടെ ദിവസം അവസാനിപ്പിക്കുക. ഈ ലളിതമായ ശീലങ്ങൾ ജീവിതത്തിന്റെ ദിശ മാറ്റും. എനിക്ക് കഴിയില്ല എന്ന വാക്കൊഴിവാക്കി എനിക്ക് കഴിയും എന്ന് ആവർത്തിക്കുക. നെഗറ്റീവ് ചിന്തകൾ വരുമ്പോൾ അവയെ തിരിച്ചറിഞ്ഞ് ശിവനാമം കൊണ്ട് മാറ്റുക. അങ്ങനെ ചെയ്താൽ ആത്മവിശ്വാസം സ്ഥിരമാകും. ഈ നിമിഷം ഹൃദയത്തിൽ നിന്ന് ഒരു വാക്ക് പറയൂ: മഹാദേവ, എന്നെ നയിക്കൂ. ആ ആത്മാർത്ഥ പ്രാർത്ഥന ഒരിക്കലും വെറുതെയാകില്ല. ശിവൻ നിശ്ശബ്ദമായി പ്രവർത്തിക്കാൻ തുടങ്ങും. ജീവിതം പതുക്കെ മാറും. മനസ്സിൽ ശാന്തി നിറയും. വിശ്വാസമുറയും. അതാണ് യഥാർത്ഥ അനുഗ്രഹം. ശിവന്റെ അനുഗ്രഹം വലിയ അത്ഭുതങ്ങളിലൂടെ മാത്രം പ്രകടമാകുന്നില്ല. ചിലപ്പോൾ അത് വളരെ ചെറിയ മാറ്റങ്ങളായി നമ്മുടെ ജീവിതത്തിൽ കാണാം. ഒരിക്കൽ അനിയന്ത്രിതമായിരുന്ന മനസ്സ് അപ്രതീക്ഷിതമായി ശാന്തമാകുന്നത്, പ്രശ്നങ്ങൾ അതേപടി ഉണ്ടായിരുന്നാലും അവയെ നേരിടാനുള്ള ധൈര്യം ലഭിക്കുന്നത്, നിരാശയ്ക്കു പകരം പ്രതീക്ഷ മുളയ്ക്കുന്നത്, ഇവയെല്ലാം മഹാദേവന്റെ കൃപയുടെ സൂചനകളാണ്. ശിവൻ നിശബ്ദനായ ദൈവമാണ്. അതിനാൽ അവന്റെ പ്രവർത്തനം ശബ്ദമില്ലാതെ നടക്കും. ഒരു വാതിലടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നത് നമുക്ക് പിന്നീട് മനസ്സിലാകാറുണ്ട്. ജീവിതത്തിൽ വൈകിയെത്തുന്ന അനുഗ്രഹം പോലും ശരിയായ സമയത്താണ് വരുന്നത്. അതിനാൽ വിശ്വാസം നിലനിർത്തുന്ന ഹൃദയം അനുഗ്രഹം തിരിച്ചറിയാൻ പഠിക്കും. ശിവൻ ക്ഷേത്രങ്ങളിൽ മാത്രമല്ല, നമ്മുടെ ഉള്ളിലും വസിക്കുന്ന ശക്തിയാണ് എന്ന് തിരിച്ചറിയുമ്പോൾ ആത്മീയ യാത്ര യഥാർത്ഥമായി ആരംഭിക്കുന്നു. ക്രോധം നിയന്ത്രിക്കുമ്പോൾ, ക്ഷമ കാണിക്കുമ്പോൾ, മറ്റൊരാളുടെ വേദന മനസ്സിലാക്കുമ്പോൾ, ആ നിമിഷങ്ങളിൽ നമ്മിലെ ശിവതത്വം ഉണരുന്നു. ത്രിശൂലം ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയുടെ ശുദ്ധിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇവ ഒന്നായി സമത്വം കൈവരിക്കുമ്പോൾ ജീവിതം ദിശയുള്ളതാകും. ധ്യാനവും ജപവും വഴി മനസ്സിലെ ആശങ്കകൾ കുറയുകയും ആത്മവിശ്വാസം വളരുകയും ചെയ്യും. ഉള്ളിലെ സമാധാനം പുറത്തുള്ള ലോകത്തേക്കാൾ വിലയേറിയതാണെന്ന് മനസ്സിലാകുന്ന നിമിഷം, അതാണ് യഥാർത്ഥ ആത്മീയ ഉണർവ്. ജീവിതം മുഴുവനും ഒരു പ്രാർത്ഥനയായി മാറുമ്പോൾ ഓരോ ശ്വാസവും ഓം നമഃശിവായ എന്ന അനുഭൂതിയോടെ നിറയും. പ്രാർത്ഥന വാക്കുകളിൽ മാത്രമല്ല, നമ്മുടെ പ്രവൃത്തികളിലും പ്രതിഫലിക്കണം. സഹനം, കരുണ, സത്യസന്ധത ഇവയാണ് മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട നേർച്ചകൾ. ഈ നിമിഷം ഹൃദയത്തിൽ നിന്നൊരു പ്രതിജ്ഞയെടുക്കൂ: എന്റെ ജീവിതം സത്യത്തിന്റെയും വിശ്വാസത്തിന്റെയും വഴിയിൽ നയിക്കപ്പെടട്ടെ. ആ ആത്മാർത്ഥതയ്ക്കു മുൻപിൽ വാതിലുകൾ സ്വയം തുറക്കും. കഷ്ടങ്ങൾ പൂർണ്ണമായും ഇല്ലാതാകാതെയിരുന്നാലും അവയ്ക്കു മീതെ നിൽക്കാനുള്ള ശക്തി ലഭിക്കും. അതാണ് ശിവൻ നൽകുന്ന പരമാനുഗ്രഹം. അതാണ് ജീവിതം മാറ്റുന്ന യഥാർത്ഥ വാക്കുകൾ. ഇത്രയും നിമിഷങ്ങൾ നമ്മൾ ഒരുമിച്ച് നടത്തിയ ഈ ആത്മീയ യാത്രയുടെ അവസാനം ഒരു സത്യമാണ് ഏറ്റവും തെളിഞ്ഞു നിൽക്കുന്നത്. ജീവിതം മാറുന്നത് പുറം സാഹചര്യങ്ങൾ മാറിയതിനാലല്ല, ഉള്ളിലെ വിശ്വാസം വളർന്നതിനാലാണ്. നിങ്ങൾ നേരിട്ട കഷ്ടതകൾ വെറുതെയല്ല, അത് നിങ്ങളെ ശക്തമാക്കാൻ മഹാദേവൻ ഒരുക്കിയ പരിശീലനമായിരുന്നുവെന്ന് ഒരു നാൾ നിങ്ങൾ തിരിച്ചറിയും. ശിവ ഒരിക്കലും തന്റെ ഭക്തനെ വിടുന്നില്ല. ചിലപ്പോൾ മറുപടി വൈകും, പക്ഷേ സംരക്ഷണം ഒരിക്കലും വൈകില്ല. നിങ്ങൾ ഈ നിമിഷം തളർന്നിരിക്കുകയാണെങ്കിൽ പോലും ഓർക്കുക, ശിവൻ നിശബ്ദമായി നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. നിങ്ങൾ കാണാത്തിടത്ത് വഴികൾ ഒരുക്കപ്പെടുന്നു. നിങ്ങൾ അറിയാത്തിടത്ത് അനുഗ്രഹങ്ങൾ രൂപപ്പെടുന്നു. ഈ നിമിഷം കണ്ണുകളടച്ച് ഹൃദയത്തിൽ നിന്ന് ഒരു വാക്കു പറയൂ: മഹാദേവ,
എന്റെ ജീവിതം നിനക്ക് സമർപ്പിക്കുന്നു. ആ സമർപ്പണത്തിൽ ഭയമകയും ആശങ്ക കുറയും, മനസ്സിൽ ഒരു പുതിയ സമാധാനം പിറക്കും. ഇന്നു മുതൽ നെഗറ്റീവ് വാക്കുകൾക്കു പകരം വിശ്വാസവാക്കുകൾ സംസാരിക്കുക. നിരാശയ്ക്കു പകരം പ്രതീക്ഷ തിരഞ്ഞെടുക്കുക. കോപത്തിനു പകരം ക്ഷമ സ്വീകരിക്കുക. നിങ്ങൾ ഓരോ ദിവസം ഓം നമഃശിവായ എന്ന നാമം ചൊല്ലുമ്പോൾ അതൊരു ശബ്ദമല്ല, നിങ്ങളുടെ ആത്മാവിനെ ഉണർത്തുന്ന വിളിയാണ്. ജീവിതം ഉടൻ തന്നെ പൂർണ്ണമായി മാറണമെന്നില്ല, പക്ഷേ നിങ്ങൾ മാറാൻ തുടങ്ങും. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഈ യാത്ര ഇവിടെ അവസാനിക്കുന്നില്ല. ഇത് നിങ്ങളുടെ പുതിയ ആത്മീയ ജീവിതത്തിന്റെ തുടക്കമാണ്. വിശ്വാസം പിടിച്ചു നിൽക്കൂ. ശിവനാമം ഹൃദയത്തിൽ സൂക്ഷിക്കൂ. കാരണം മഹാദേവന്റെ കൃപയിൽ ഒരിക്കലും ഇരുട്ടിന് അന്തിമ ജയം ലഭിക്കില്ല. നിങ്ങൾ ഒരിക്കലും ഒറ്റയല്ല. ശിവൻ നിങ്ങളോടൊപ്പമുണ്ട്, ഇന്നും നാളെയും എന്നും എന്നേക്കും.